നമസ്തേ. ഇന്ന് സമാസത്തെക്കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും സമാസത്തെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ല. സാമാന്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമേ ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളൂ. കാരണം കേട്ടറ്റുകാർക്ക് അത്രത്തോളം ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ സമാസഹ എന്ന പദത്തിൻ്റെ നിർമ്മാണം ആദ്യം നമുക്ക് നോക്കാം. സം ഉപസർഗപൂർവക അസ് ധാതോഹോ ഗഞ്ഞ് പ്രത്യയം. അപ്പോൾ സം പ്ലസ് അസ് പ്ലസ് ഗഞ്ഞ് ഇവ മൂന്നും ചേർന്നാണ് സമാസഹ എന്നൊരു പദം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സമാസഹ എന്ന പദത്തിലെ ഗഞ്ഞ് പ്രത്യയമാണ് ഉള്ളത്. ഓക്കെ, ഉപസർഗം സമാണ്. അതേപോലെ ഈ സമാസ എന്ന പദത്തിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ വിഗ്രഹം എങ്ങനെയാണ് നമുക്ക് നോക്കാം. സമസനം സമാസഹ എന്നും പറയുന്നുണ്ട്. സമസനം സമാസഹ. കൂടാതെ അനേക പദാനാം ഏകപദീ ഭവനം, അതും സമാസം തന്നെയാണ്. ഇങ്ങനെ രണ്ട് വിധത്തിൽ സമാസത്തെ നമുക്ക് പറയാം. ഇനി സമാസങ്ങൾ എത്ര വിധത്തിലാണുള്ളത്? പഞ്ചവിധ സമാസഹ, 5 വിധത്തിലാണ് ഉള്ളത്. ഏതെല്ലാമാണ്? തത്പുരുഷഃ, ദ്വന്ദ്വഃ, അവ്യയീഭവഃ, ബഹുവ്രീഹിഃ, കേവല സമാസഃ. ഇതിൽ തത്പുരുഷന്റെ ഭേദങ്ങളാണ് കർമ്മധാരയനും ദ്വിഗുസമാസവും എല്ലാം. അപ്പോൾ എന്താ പറയാ, തത്പുരുഷ സമാസം ഉത്തരപദാർത്ഥ പ്രധാന സമാസഃ ഭവതി തത്പുരുഷഃ. അപ്പോൾ ഉത്തരപദാർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്ന സമാസമാണ് തത്പുരുഷൻ. ദ്വന്ദ്വ സമാസഃ തു ഉഭയപദാർത്ഥ പ്രധാനഃ സമാസഃ ഭവതി ദ്വന്ദ്വഃ. ഉഭയപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് ദ്വന്ദ്വഃ. പൂർവപദാർത്ഥ പ്രധാനഃ സമാസഃ അവ്യയീഭവഃ. പൂർവപദത്തിലെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം കൊടുക്കുന്നതാണ് അവ്യയീഭാവഃ. പിന്നെ അന്യപദാർത്ഥ പ്രധാനഃ സമാസഃ ഭവതി ബഹുവ്രീഹിഃ. അന്തിമഃ സമാസഃ കേവല സമാസഃ. ഇവിടെ കേവല സമാസത്തിന് ഒരു സൂത്രമാണ് വിശേഷ സംജ്ഞ വിനിർമുക്തഃ കേവല സമാസഃ. ഇതിനെല്ലാം സൂത്രങ്ങളുണ്ട്, പക്ഷെ അവിടെയൊന്നും എന്താ പറയുക അങ്ങനെ പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോകുന്നില്ല. സിമ്പിളായിട്ട് എങ്ങനെ എന്താ പറയുക, ഉഭയപദാർത്ഥം, പൂർവപദാർത്ഥം, ഉത്തരപദാർത്ഥം എന്നിങ്ങനെ മാത്രമേ ചോദിക്കാറുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ സൂത്രം ഒന്നും എഴുതുന്നില്ല. കേവല സമാസത്തിന്റെ മാത്രം എഴുതിയിട്ടുണ്ട്. വിശേഷ സംജ്ഞ വിനിർമുക്തഃ കേവല സമാസഃ. ഇനി ഇവ ഓരോന്നിൻ്റെയും ഉദാഹരണം നമുക്ക് നോക്കാം. കാരണം കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമേ ഇപ്പം എഴുതിയിട്ടുള്ളൂ. കുറച്ചുകൂടി ഉദാഹരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. തത്പുരുഷൻ ശരിക്കും പറഞ്ഞാൽ 8 വിധത്തിലാണ് ഉള്ളത്. തത്പുരുഷ സമാസം പ്രഥമ തത്പുരുഷ, ദ്വിതീയ തത്പുരുഷ, തൃതീയ തത്പുരുഷ, ചതുർത്ഥി തത്പുരുഷ, പഞ്ചമി തത്പുരുഷ, ഷഷ്ഠി തത്പുരുഷ, സപ്തമി തത്പുരുഷ. പിന്നെ നഞ്ഞു പ്രവൃത്തയ, അതും കൂടി പെട്ടിട്ടാണ് തത്പുരുഷ സമാസങ്ങൾ 8 വിധത്തിൽ ഉള്ളത്. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ് രാജപുരുഷ, ഗ്രാമഗതഃ എന്നത്. രാജപുരുഷ സമസ്ത പദങ്ങളാണ്. ഇവയെല്ലാം സമസ്ത പദമായതുകൊണ്ട് വിഗ്രഹം എങ്ങനെ വരും? രാജ്ഞഃ പുരുഷഃ. അതേപോലെ ഗ്രാമഗതഃ എന്നതിൻ്റെ വിഗ്രഹം ഗ്രാമം ഗതഃ, ഗ്രാമത്തിലേക്ക് പോകപ്പെട്ടവൻ. അപ്പൊ ഇവിടെ എന്താ പറയാ, ഈ തത്പുരുഷ സമാസത്തിലെല്ലാം വിഭക്തി അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂടുതലും തത്പുരുഷ സമാസത്തില്, അതായത് പ്രഥമ, ദ്വിതീയ, തൃതീയ എന്ന് വരുമ്പോൾ അവിടെ വിഭക്തി അർത്ഥങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം. ആ വിഭക്തി പദങ്ങൾക്കനുസരിച്ചിട്ട് ഏത് തത്പുരുഷനാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ തത്പുരുഷ സമാസം ഉത്തരപദാർത്ഥ പ്രധാനമാണ്. ഉത്തരപദത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷ എന്നതാണ് ഉത്തരപദം, അല്ലെ? അപ്പൊ പുരുഷ എന്ന പദത്തിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. അതേപോലെ ഗ്രാമഗതഃ, ഗ്രാമത്തിലേക്ക് പോകപ്പെട്ടവൻ. അപ്പൊ ഈ ഗത എന്ന പദത്തിനാണ് പ്രാധാന്യം. അങ്ങനെ ഉത്തരപദത്തിന്റെ പ്രാധാന്യം ഇവിടെ വരുന്നു. പിന്നെന്താണ്?
ദ്വന്ദ്വഹ, ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ തന്നെ രണ്ടാണ് അല്ലെ. രാമലക്ഷ്മണൗ, രാമശ്ച ലക്ഷ്മണശ്ച. അതേപോലെ പാർവതി പരമേശ്വരൗ, പാർവതീച്ച പരമേശ്വരശ്ച. ഇങ്ങനെ രണ്ടുപേര് തന്നെ വരണമെന്നൊന്നുമില്ല. ഒരുപാട് ആളുകൾ വന്നാലും നമുക്ക് ദ്വന്ദ്വ സമാസത്തിൽ സ്വീകരിക്കാം. അപ്പോൾ സിമ്പിൾ ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, രാമലക്ഷ്മണൗ പാർവതി പരമേശ്വരൗ. പിന്നെ എന്താ പറയുക, അവ്യയി ഭാവത്തിൽ എന്തായാലും അവ്യയ പദങ്ങൾ ഉണ്ടായിരിക്കും. അവ്യയങ്ങൾ ഒരുപാടുണ്ട്. അതിൽ അവ്യയങ്ങൾ എന്തായാലും പൂർവപദത്തിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കൂ, ഉപകൃഷ്ണം, ഉപ എന്നത് അവ്യയമാണ്. കാരണം ഉപ എന്നത് ഉപസർഗത്തിൽ പെടുന്ന 22 ഉപസർഗങ്ങളിൽ പെടുന്നതാണ് ഈ ഉപ. അത് അവ്യയവുമാണ്. ഓക്കെ, അപ്പോൾ ഉപ എന്നത് അവ്യയമായതുകൊണ്ടാണ് ഉപകൃഷ്ണം എന്നത് അവ്യയഭാവ സമാസത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ പ്രതിദിനത്തില് പ്രതി എന്നതും അവ്യയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ അവ്യയീഭാവത്തിന്റെ, അവ്യയം കണ്ടു കഴിഞ്ഞാൽ അത് അവ്യയീഭാവ സമാസമാണ്. ഇതിന്റെ ഇനിയും കുറെ റൂൾസുകളെല്ലാം ഉണ്ട്. അത്രത്തോളം ഡീപ്പ് ഒന്നും ആവശ്യമില്ല ഈ അവ്യയത്തിൽ. ഓക്കെ, പിന്നെ ബഹുവ്രീഹിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പീതാംബരഹ. പീതാംബരഹ, അതേപോലെ ശൂലപാണിഹി. പീതം അംബരം യസ്യ സഹ പീതാംബരഹ. അതേപോലെ ശൂലപാണിഹി, ശൂലം പാണൗ യസ്യ സഹ ശൂലപാണിഹി. അപ്പൊ ഇവിടെ പീതാംബരഹ എന്നത് സമാനാധികരണ ബഹുവ്രീഹിയും ശൂലപാണിഹി എന്നത് വ്യധികരണ ബഹുവ്രീഹിയുമാണ്. കാരണം ഇവിടെ സമാനാധികരണം പറയാൻ കാരണം വിഗ്രഹിക്കുന്ന സമയത്ത് ഒരേ വിഭക്തികൾ അവിടെ വരും. പക്ഷെ ഇവിടെ വിഗ്രഹിക്കുന്ന സമയത്ത് വ്യത്യസ്ത വിഭക്തികൾ വരും. അങ്ങനെയാണ് സമാനാധികരണ ബഹുവ്രീഹി വ്യധികരണ ബഹുവ്രീഹി എന്ന് പറയുന്നത്. പിന്നെ കേവല സമാസത്തിന്റെ ഉദാഹരണമാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഉദാഹരണമാണ് ഭൂതപൂർവഹ എന്നത്. മുമ്പുണ്ടായത്, മുമ്പ് സംഭവിച്ചത് എന്നൊരു അർത്ഥത്തിൽ. വാഗർത്ഥ വിവ, ഇവ രണ്ടും കേവല സമാസത്തിന്റെ ഉദാഹരണമാണ്.